ഇതൊക്കെ ഇവിടെ ഓരോരുത്തര് വളർത്തണവരാ. നമ്മള് പാലക്കാട് പിന്നെ ഡാം, മലമ്പുഴ ഡാമിന്റെ പിൻവശത്ത് കൂടി നമ്മൾ യാത്ര ചെയ്യാണ്. ഉൾഗ്രാമങ്ങളിലൂടെ ഒക്കെ വരികയാണ്. ഇവിടേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു 10-200 പോത്തുകളോളം ഈ ഡാമിൽ വിട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് കാണാലോ വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒന്ന് ചോദിക്കാം. വിലയും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. കാരണം ഇന്നോട് ആദ്യം ഒരു വില പറഞ്ഞിട്ടുണ്ട്. 52,000 മേനി, 55,000 മേനി, 45,000 മേനി, പല പല രൂപമാറ്റങ്ങൾ അനുസരിച്ച് രൂപത്തിനനുസരിച്ചുള്ള വിലകളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും വേണ്ടില്ല, നമ്മളെ വാഹനത്തിലാണ് പോണത്. ബാക്കിൽ 2 ആളുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ ഞാനുണ്ട്, അജുണ്ട്. അപ്പൊ നല്ല നല്ല തെങ്ങും തോപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ പോത്തിനെ നമുക്കൊന്ന് കാണാം. അപ്പൊ പോത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാനായിട്ട് അവിടെ എത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തിക്കും. വീഡിയോ പോത്തിനെ മേടിക്കാൻ വേണ്ടി വന്നതല്ലട്ടാ. ഞങ്ങള് മൂപ്പര് വിളിച്ച് നമ്മളെ ഒരു കൂട്ടുകാരനാ. എവിടെയാണ് സ്ഥലം? മലമ്പുഴ. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? കവ. അപ്പൊ നമ്മളെ ചാനലൊക്കെ എപ്പോഴും ഇരുന്ന് കാണുന്ന ആളാണ്. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടാണ്. അങ്ങനെ കുറെ കൊല്ലായി മൂപ്പര് വരണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴാണ് വരാൻ നമുക്ക് അവസരം കിട്ടിയത്. അപ്പൊ പോത്തകളൊക്കെ നമ്മൾ കണ്ട് സ്ഥലമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് സ്ഥലമൊക്കെ ഒന്ന് വീശി കാണിച്ചു കൊടുത്താളെ. ദിയനും കാണിച്ചു കൊടുത്താ. ദിയ അതാ അതിന്റെ മേലെ ഇരിക്കണേ, നല്ല മേലെ ഇരിക്കും. ഓളൊക്കെ ഒന്ന് കാണിച്ചു. ഇനി ഓള് ഇത് യൂട്യൂബ് ചാനലിൽ വന്നില്ല പറഞ്ഞിട്ട് കംപ്ലൈന്റ് ഉണ്ടാവും. ഓളൊക്കെ ഒന്ന് കാണിച്ചു. നിങ്ങൾക്ക് എത്ര പോത്തുണ്ട് ഇപ്പോ? മൂപ്പർക്ക് 9 ഉണ്ട്. പിന്നെ പല പല ആൾക്കാരായിട്ട് ഏകദേശം ഒരു 200 പോത്തോളം ഈ ഭാഗത്തുണ്ട്, ഈ ഒരു ഗില്ലിയിൽ അല്ലേ? ഇപ്പൊ ഈ അജു കാണിച്ചെന്ന ആ ഗില്ലിയിലായിട്ട് പിന്നെ 200 പോത്തുകളുണ്ട്. അതിൽ എരുമകളുണ്ട്. പിന്നെ ആ ഭാഗത്ത് ചെറിയ എരുമക്കുട്ടികളുണ്ട്. ആടുകളും നല്ല ഉണ്ട്. പക്ഷെ ആടുകൾക്കൊക്കെ വിലയാണ്. വില കുറവൊന്നുമില്ല. എല്ലാത്തിനും വില കൂടുതലാണ്. വിലക്കൊരു മാറ്റമില്ല. ആ ഇനി പിന്നെ വില കുറവാണ് പറഞ്ഞിട്ട് ചാടി ഓടിയിട്ട് കൊട്ടിപ്പണിയിട്ട് ഇങ്ങോട്ട് വന്ന് വിൽക്കണ്ട. ഇപ്പൊ തന്നെ പറയാ. ആ ഇനി ഞാനിപ്പോ ഇവിടെ പാലക്കാട് വന്ന് പോത്ത് കൊടുന്നെന്ന് പറയില്ലിട്ടാ. പോത്തുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയും വില തന്നെയാണ്. പിന്നെ ചന്തയിലും വില തന്നെയാണ്. എല്ലായിടത്തും വില തന്നെയാണ്. വിലക്ക് കുറവൊന്നുമില്ല. അപ്പൊ ഇത് 1 കൊല്ലം 1.5 കൊല്ലം ആയ പോത്തുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ വിട്ടാക്കി നോക്കണ പോത്തുകളാണ്. അതുകൊണ്ടാണ് പിന്നെ കൈത്തീറ്റ കൊടുക്കുന്ന ആളിപ്പോ മൂപ്പരെന്നെ ഉള്ളു തോന്നുന്നു ഇവിടെ അല്ലേ? വീട്ടിൽ കൊണ്ടുപോകും. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകില്ല, വീട്ടിലേക്ക് കന്നുകൾ വരും അല്ലേ? അതിന് പരിചയപ്പെട്ടേ 2 മറി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാൽ പിന്നെ കന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അല്ലേ? അപ്പൊ ഇതാണ് നമ്മളെ മാണിക്കക്കല്ല് പുക്കല്. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മൂപ്പര് മീൻ പിടുത്താണ് മെയിൻ പണി. നമ്മൾ വല വീശി പിടിക്കുക, മൂപ്പര് കണ്ടാടി വല ഇട്ട് പിടിക്കുക. അതാണ്. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ മൂപ്പരെ വീട്ടിൽ നമ്മൾ നല്ല ഏത് മീനാന്ന്? കട്ടലല്ല, എന്താണ് മീൻ്റെ പേര്? സിലോപ്റ്റ പൊരിച്ച നല്ല അടിപൊളി VFL മീനാണ്. അതാണ്ട് വെടഞ്ഞി. നമുക്ക് നല്ല സന്തോഷമായി. ഞാനും കുട്ടികളും അജും ഒക്കെ പാടാം. വേറെ കുറെ പോത്തുകളെ കാണാൻ വേണ്ടിയിട്ട് വന്നിക്കാണ്. ആ നിൽക്കണ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആ കാണുന്നൊക്കെ പോത്തുകൾ തന്നെയാണ്. ഇതാ കയറി വരുന്നു പുഴേന്ന്. കയറി വരുന്ന ഇഷ്ടം പോലെ. നല്ല പുല്ലാട്ടാ. നല്ല കാണാൻ രസമുള്ള തകർത്തിയാടിയ ഇല്ല. വലിയ കൊമ്പുള്ളതുണ്ട്, ചെറിയ കൊമ്പുള്ള പോത്തുകളും ഉണ്ട്, ഒക്കെ ഉണ്ട്. വരിക്ക് കയറി വരികയാണ്. പിന്നെ മാത്രമല്ല ആ ഭാഗത്ത് വെള്ളമുണ്ട്. ആ ഭാഗത്ത് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചളി ഉണ്ട് കുറച്ച്. ഇന്നതിൽ മണലും ഉണ്ട് ഇഷ്ടം പോലെ. ഒരു പ്രത്യേക തരം പൂയി മണലാണ്. അതൊക്കെ എരുമകളാണ്ട്. എരുമകൾ കയറി വരുന്നുണ്ട്. എരുമയുണ്ട്, പോത്തുകളും ഉണ്ട്. എവിടെയും വിലക്ക് കുറവില്ല. നല്ല വില. ആ പോണ് എരുമയും പോത്തും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ പോത്തള കണ്ടില്ലേ? ഇതാ കയറി വരുന്നേ. അപ്പൊ ആള് കുറച്ച് പോക്കിയിട്ടുണ്ട്. ഇടക്കൊന്ന് വന്നിട്ട് ഇതെന്താ പുതിയ ആൾക്കാരാ?
ഇതാണ് പോത്തില്ല പോത്തില്ല അറിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോ പോത്തുകളല്ലാണ്ട് ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. ഓ ആള് കുറച്ച് പോക്കിരി അതുണ്ട്. ഏയ് തലട്ടാട്ടി പോയി. ഏയ് എരുമേണേ ഇതൊക്കെ പോത്താളില്ലേ? ഇതൊക്കെ പോത്തല്ലേ? ഇതൊക്കെ പോത്താളാണ് കേട്ടാ. നല്ല സ്ഥല. ഇതിനൊക്കെ പോത്തിനെ വളർത്താനൊക്കെ പറ്റിയ സ്ഥല. ഒന്ന് ചളിന്ന് ഇഞ്ഞളമ്പി വരുന്നുണ്ട്. അതാ ആ ജബ്ബാറും ജമാലും അസീസും ഫഖറുദ്ദീനും ഒക്കെ ഉണ്ട്. ആ ഇതിൽ കൂടി വരുന്നുണ്ട് ആൾക്കാർ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. എന്തേ വെടിക്കാരനാ? പിന്നെത്തല്ല വേണ്ട ഇതൊന്നുമില്ലല്ലേ? ബാക്കിൽ വരുന്നതല്ലേ? അന്നെ നോക്കും. പോയിക്കോ ഈ കുട്ടികളെ കുത്താൻ നിൽക്കണ്ട. പോയിക്കാ. പിന്നെ ഞങ്ങളെന്താ സ്ഥലം മാറിയിട്ടാ? ഞങ്ങള് എടപ്പാള് മലപ്പുറം ഭാഗത്തുനിന്ന് വന്ന കാരണം ഞങ്ങളെ മെരട്ടുക പോത്തുകളൊക്കെ. ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ഉമ്മണി പോത്തുകളുണ്ട്. മേമാ മേവാ അങ്ങനെ നടക്കുക നമ്മള്. ഇതാ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഭാഗത്തേക്ക് ഈ നല്ല വെയിലായ കാരണം അവിടെയൊക്കെ പോയി എടുക്കാനേ. ഇതാ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഒരു മണിയുണ്ട്. പിന്നെ കുറെ കൂട്ടത് അങ്ങോട്ട് പോണ്. ആ പോണ് കുറെ വെള്ളത്തിൽ അവിടെയും കിടക്കുന്നുണ്ട്. ഇതാ ഒരു കൂട്ടം, ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ട്. പിന്നെ വെള്ളത്തിൽ ഇതാ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അതാ ഇപ്പൊ ഇടക്കൊന്ന് മെരട്ടും. പോയിക്കോ പോയിക്കോ. അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടാ. നല്ല വെയിലായ കാരണേ ഇവിടൊക്കെ വെള്ളം നല്ല വെള്ളം വന്നിക്കുന്നാ പറഞ്ഞത്. ഇത് എല്ലാ ഭാഗത്തും മലയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അത്യാവശ്യം വെള്ളം പൊന്തുന്നാണ് മൂപ്പര് പറഞ്ഞത് നമ്മളോട്. അതാ ആള് ഇപ്പൊ ഒരു മീനൊക്കെ പിടിക്കുന്ന ആളാണ്. അപ്പോൾ വിലയും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ വില അത്യാവശ്യം വില തന്നെ. വിലയിൽ കുറവൊന്നുമില്ല. നമ്മൾ പുഴയിൽ കൂടെ അങ്ങനെ നടക്കുക കേട്ടാ. ഇത് അവിടെ ഒക്കെ ഉണ്ട്. ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ചന്തിക്കനം കുറവാണ്. അതിപ്പോൾ ഇങ്ങനെ ഈ തേഞ്ഞ് നടന്ന് തിന്നണല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ ഉണ്ട്. എവിടെ തിരിഞ്ഞാലും കന്നുകാലികളുണ്ട്. നല്ല സുഖമാണ് അവർക്ക്. നടക്കന്നെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വീഡിയോ ലോങ് ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് കാണുക, എല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക, എല്ലാത്തവർ കാണണ്ട. കാരണം ഈ വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അങ്ങനത്തെ വീഡിയോ ആണ്. കട്ടായിട്ടാണ് വീഡിയോ വരുന്നത് തന്നെ. മേമരി ആ നിൽക്കണൊക്കെ പോത്തളന്നെ കേട്ടാ. എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ കിട്ടില്ല, അത്രയുണ്ട്. നോക്കണുണ്ട്, ഒന്ന് മിരട്ടിയൊക്കെ ഉണ്ട്. പോയിക്കടാ, ഞങ്ങളിതൊക്കെ കാണുന്ന ആൾക്കാർ തന്നെ കേട്ടാ. ആ മലയുടെ അരുവിലും ആ ഭാഗത്തൊക്കെ അല്ലാണ്ട് കേട്ടാ. പാലക്കാടാണ് ഈ സ്ഥലം. ഇപ്പോൾ ഞങ്ങൾ മലമ്പുഴ ഡാമിൻ്റെ എന്താണ് കാവ
അവിടെ ഉള്ളത്. സ്ഥലമൊക്കെ ഒന്ന് കാണും ചെയ്യാം. കുറച്ച് ആൾക്കാരൊക്കെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, പോത്തുകൾ. നല്ല ചൂടായ കാരണമൊക്കെ വെള്ളത്തിൽ കിടക്കുക. ഇതില് മീനുണ്ടാ? ഇതില് മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ടാവൂലേ? ഇല്ല, ഇതൊക്കെ ഇതൊക്കെ എന്താ റേറ്റ് വരുന്നതാണോ? ഇല്ലല്ലേ? എരുമയുടെ കുട്ടികളല്ലല്ലോ, ഇതിന്റെ കുട്ടികളാ? അത് ശരി. ഇവരുടെ ആൾക്കാരാട്ടാ ഈ നിക്കണേ, എരുമയുടെ ആൾക്കാരാ. നോക്കണില്ലേ? ഇതിലിപ്പോ എത്ര ഉണ്ടാവും ഏകദേശം പോത്തുകള് ഈ ഒരു ഇതില്? 200 ഉണ്ടാവൂലേ? അപ്പുറത്തുണ്ടാ? അത് ശരി. വെള്ളമുണ്ട്. നമ്മളവിടെ വെള്ളം തന്നെ പറ്റിക്കണ്. ഇവിടെ പുല്ലും ഒക്കെ ഉണ്ട്. ഇവിടെ വിട്ടാക്കി ആരാന്റെ പറമ്പിക്കൊന്നും കയറില്ലല്ലേ? അത് കാരണം നല്ല സുഖമുള്ള സ്ഥലം. നടന്ന് ക്ഷീണിച്ചിട്ടാ. പോത്ത് മേടിക്കാന്നുള്ള ഉദ്ദേശത്തിൽ വന്നല്ല, നിങ്ങളെ അടുത്തേക്ക് വന്നാ. നല്ല സ്ഥലമാണ്, സൂപ്പർ സ്ഥലം. വെള്ളമുണ്ട്, വറ്റുമുണ്ട്, എല്ലാം ഉണ്ട്. ഫുഡ് കഴിച്ചില്ല നിങ്ങള്? ആ ഭാഗത്തൊക്കെ കണ്ടിട്ടോ. പോയോക്കടാ ജിയോ. നമ്മൾ പോത്തുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടേ വന്നാ. വണ്ടിയൊക്കെ ആയിട്ടുണ്ട് വന്ന്, ഒരു വരവ് കൊണ്ട് വന്ന്. പുറത്തൊരു നായ നോക്കിക്കുണ്ട്. വെള്ളമുണ്ട്, അല്ല പാറക്കല്ല. നേരത്തെ ആട്ടി വിട്ടാണ്. അജിയാണ് കച്ചവടക്കാരൻ കേട്ടാ. അജി ഡാമിൽ ഇറങ്ങി നിൽക്കുകയാണ്. നല്ല വെള്ളം ഇങ്ങനെ വരുന്ന സ്ഥലാട്ടാ. സർക്കാരിനോട് ഒരു വർഷക്കാലത്തോളം സമരം ചെയ്യേണ്ടി വന്നിട്ടും ആശാ വർക്കർമാരെ അവഗണിച്ച സർക്കാർ കേരളത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടണം. അതിനായി ഐക്യജനാധിപത്യ മുന്നണിയുടെ അതന്നെ ചോദിക്കില്ല. നമ്മൾ ഈ ആൾക്കാർ കഴിക്കുമ്പോൾ പോയ വിട്ടേക്ക് ഇനി പോകുന്നില്ല, നന്നാവും. എവിടെ ഒരു നന്നാവില്ല. അജു ക്ലാസ് എടുത്ത് കൊടുക്കുക. ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ മണ്ണിടിക്കണേ പോത്തിനോണ്ടോ?
പച്ച പിടിക്കുന്ന കൊടുത്തല്ലേ ഇങ്ങനെ പോകുന്നു